ഹായ് ഹലോ, ഇന്ന് നിങ്ങൾ ഒരു ഉച്ചക്കത്തെ ഊണാണ് കേട്ടോ വീഡിയോ ആയിട്ട് കാണാൻ പോണത്. അതായത് ചോറിനുള്ള വെള്ളം ഞാനിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുക്കറിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കിട്ടിയ മീൻ ഏട്ടയാണ് കേട്ടോ. അപ്പോൾ ഏട്ട ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മസാല കൂട്ടി വെക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഏട്ടത്തലയിട്ടൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഏട്ടത്തലയിട്ടൊന്നും കിട്ടില്ല. ഒരു മീൻ നമുക്ക് എത്ര വേണ്ടിച്ചാലും അതിനനുസരിച്ച് അവരെടുത്തിട്ട് ക്ലീനാക്കി തരിക ചെയ്യും. അപ്പോൾ തലയും വാലും ഞാൻ കറിയിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള ഇതൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉച്ചയ്ക്ക് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. മുരിങ്ങ ഇല നമുക്കിവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ 2 മുരിങ്ങൻ്റെ ഇത് മേടിച്ചപ്പോൾ തന്നെ 100 രൂപയായി നാട്ടിലത്തെ. പക്ഷേ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വാങ്ങിച്ച് കഴിക്കുക തന്നെ വേണം. എല്ലാ സാധനവും ഇവിടെ കിട്ടും. പക്ഷേ നാട്ടിൽ വെറുതെ കിട്ടുന്ന സാധനം ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ ഞാൻ അധികം കറികളൊക്കെ ഉണ്ടാക്കാറ്, നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് മീൻ കറി വെക്കാറ്. ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി ഇടാം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വലിയ ഉള്ളിയാണ് അധികം ഇടുക കേട്ടോ. വലിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല വഴന്ന് വന്നതിന് ശേഷം പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. മല്ലിപ്പൊടിയാണ് അധികമായിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഏട്ടയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ കറി നല്ലൊരു ഇതായി കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി അധികം ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഈ 3 പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി, പിന്നെ വാളംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാളംപുളി ആണ് നമ്മൾ ഒഴിക്കുക. അത് പുളി വെള്ളത്തിലിട്ട് വെച്ചത് നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായി ഇത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് കുറുകി വന്നതിന് ശേഷം വെള്ളം പോലെ അല്ല, നമുക്ക് കുറച്ചൊന്ന് നല്ലൊരു കുറുന്നനെ ഉള്ള കറിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇല താളിപ്പാണ് നമ്മൾ അധികം ഉപ്പേരിയായിട്ടൊന്നും അങ്ങനെ കൂട്ടാറില്ല. കഞ്ഞിവെള്ളത്തിലിട്ടിട്ടാണ് ഞങ്ങൾ താളിപ്പ് ഉണ്ടാക്കൽ. പിന്നെ മീൻ വറുക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ.